പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 21 വ്യാഴം. പ്രധാന വാർത്തകൾ. ചുരുങ്ങിയ ദിനങ്ങൾ മാത്രമുള്ള ദേശീയദിന അവധി നാളുകളും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് ഹരമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഒമാന്റെ ദേശീയ ദിനാവധിയും വാരാന്ത്യ അവധിയും ചേർത്ത് 4 ദിവസമാണ് തുടർച്ചയായി ഒഴിവ് ലഭിക്കുന്നത്. ഇതോടൊപ്പം 2-3 ദിവസങ്ങൾ കൂടി അവധി സംഘടിപ്പിച്ച് നാട്ടിലേക്ക് പോയി വരാം എന്ന് കരുതിയവർക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സങ്കടയാത്രകൾ കരുതിവെച്ചത്. ഇന്ന് മസ്കത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം റദ്ദ് ചെയ്തു. കൊച്ചിയിൽ നിന്ന് മസ്കത്തിലേക്ക് എത്തേണ്ട വിമാനവും ക്യാൻസൽ ചെയ്തു. ഇന്നലെ തിരുവനന്തപുരം മസ്കത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും മസ്കത്ത് തിരുവനന്തപുരം വിമാനവും റദ്ദാക്കിയിരുന്നു. ഒരു ഭാഗത്തുള്ള വിമാന സർവീസ് നിർത്തലാക്കിയാൽ സ്വാഭാവികമായും തിരികെ ഇതേ സെക്ടറിലേക്ക് പോകുന്ന വിമാനവും ക്യാൻസൽ ആകും. കേരളത്തിൽ നിന്ന് മസ്കത്തിൽ എത്തുന്ന വിമാനം തന്നെയാണ് ഇവിടുന്നുള്ള യാത്രക്കാരുമായി തിരിച്ചു പറക്കുന്നത്. ഇന്നത്തെ മസ്കത്ത് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് ദീർഘനേരം വൈകും എന്നുള്ള സന്ദേശമാണ് ലഭിക്കുന്നത്. 8 മണിക്കൂർ വൈകും എന്ന അറിയിപ്പാണ് വിമാന കമ്പനി നൽകിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഇതുപോലെ വിമാനം വൈകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും പിന്നീട് യാത്രക്കാർ വീടുകളിലേക്ക് മടങ്ങിയതിന് പിന്നാലെ വിമാനം കൃത്യസമയത്ത് പുറപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിമാനത്തിൽ ഒരു മൃതദേഹം കൊണ്ടുപോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും എന്നാൽ ആദ്യം വിമാനം വൈകുമെന്നും പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനം കൃത്യസമയത്ത് പുറപ്പെടും എന്നുള്ള അറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബന്ധപ്പെട്ടവർ മൃതദേഹം കൊണ്ടുപോകാൻ മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിരുന്നു. ഇവർക്ക് വൻതുകയാണ് ഈ ഇനത്തിൽ നഷ്ടം വന്നത്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് റദ്ദ് ചെയ്തതിനു ശേഷം ഒമാൻ എയർ അടക്കമുള്ള കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചു. 200 റിയാലിനടുത്താണ് ടിക്കറ്റ് നിരക്ക്. ഹാപ്പിനെസ് ലോയൽറ്റി റിവാർഡ്സ് പദ്ധതി ആരംഭിച്ച് ലുലു. ഉപഭോക്താക്കളുടെ വിശ്വാസം അറിയാനും അവരുടെ ദൈനംദിന ഷോപ്പിംഗ് അനുഭവം പുനർനിർവചിക്കാനും ഉദ്ദേശിച്ചുള്ള നൂതന സംരംഭമാണിത്. ഒമാനിലെ ദേശീയ ദിന ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയാണ് ലോയൽറ്റി പദ്ധതി ലുലു ആരംഭിച്ചത്. ഒമാൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലാർ സേവനങ്ങൾക്ക് 98282227 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്ക് 80071234 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാകും. ഒമാന്റെ 54ാമത് ദേശീയ ദിനത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഒമാൻ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ആഘോഷം നടത്തി. സലാല മ്യൂസിക് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രവർത്തകർക്ക് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. പ്രസിഡന്റ് ഡോക്ടർ നിഷ്താറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ നാഷണൽ കമ്മിറ്റി മീഡിയ വിഭാഗം കൺവീനർ സുഹാന മുസ്തഫ, വൈസ് പ്രസിഡന്റ് ശ്യാം മോഹൻ, സെക്രട്ടറിമാരായ ദീപ ബെന്നി, സജീവ് ജോസഫ്, ഫിറോസ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഖസബിലെ ദബദ്ദബിൽ ഇന്ന് വെടിക്കെട്ട് നടക്കും. ഖസബിന്റെ ആകാശങ്ങളിൽ വർണ്ണപ്പൊലിമ ചാർത്തുന്ന കരിമരുന്ന് പ്രയോഗം സ്വദേശികൾക്കും വിദേശികൾക്കും വേറിട്ട അനുഭവം സമ്മാനിക്കും. വെടിക്കെട്ട് സുഗമമായി കാണുന്നതിനായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസിന്റെ വേണ്ട ഗതാഗത ക്രമീകരണവും ഉറപ്പാക്കി. മസ്കത്തിലെ അൽഗൂദ്, സലാലയിലെ ഇറ്റീൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ദേശീയ ദിനാഘോഷ വേളയിൽ വെടിക്കെട്ടുകൾ നടന്നിരുന്നു. അവധി ദിനങ്ങളിൽ പൊതു ഇടങ്ങളിലെത്തുന്നവർ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ മസ്കത്ത് നഗരസഭയുടെ മുന്നറിയിപ്പ്. വ്യായാമ സംവിധാനങ്ങൾ, വിനോദ സൗകര്യങ്ങൾ, കളിസ്ഥലങ്ങൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ ഉപയോഗശൂന്യമാക്കുകയും പൊതുസ്ഥലത്ത് അനുമതി ഇല്ലാതെ ചിത്രങ്ങൾ വരയ്ക്കുകയും കേടുപാടുകൾ വരുത്തുകയും ഭക്ഷണമാലിന്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരെയാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. ഇത് നിയമലംഘനമാണെന്നും മറ്റുള്ളവർക്കും ഇത്തരം സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണെന്നും നഗരസഭ വ്യക്തമാക്കി. പൊതുസൗകര്യങ്ങളും സംവിധാനങ്ങളും നിലനിർത്തുന്നതിന് തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും ഇവയെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഇടപെടുമെന്നും മസ്കത്ത് നഗരസഭ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കെടുപ്പിച്ച പ്രസ്താവനയിൽ പറഞ്ഞു. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെയും മസ്കത്ത് നഗരസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദേശീയ ദിന പൊതു അവധി ദിനങ്ങളിൽ ബീച്ചുകൾ, പൊതു ഇടങ്ങൾ, പാർക്കുകൾ തുടങ്ങിയ
നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന സാഹചര്യത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തി നഗരസഭ രംഗത്തെത്തിയത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 100 റിയാൽ പിഴ ചുമത്തുമെന്ന് നഗരസഭ ഉണർത്തി. പൊതു ഇടങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ മറ്റോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. മാലിന്യം ഇവിടങ്ങളിൽ ഉപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും. ഇക്കാര്യം വ്യക്തമാക്കി പലയിടങ്ങളിലും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിന്റെയും ഇവ നീക്കം ചെയ്യുന്നതിന്റെയും ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് പുതുതായി ആരംഭിക്കുന്ന നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ നെയിം പദ്ധതിയിൽ എംപ്ലോയർ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപര്യമുള്ള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെയിം. നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം പദ്ധതി വഴി ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങൾ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. ഓട്ടോമൊബൈൽ, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ സംരംഭങ്ങൾക്കാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ അവസരം. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും www.norcaroots.organization വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0412770523 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ദിവസവേതനത്തിന്റെ 50% അല്ലെങ്കിൽ പരമാവധി 400 രൂപ. ഇതിൽ ഏതാണോ കുറവ് അതാണ് ശമ്പള വിഹിതമായി തൊഴിലുടമയ്ക്ക് ലഭിക്കുക. ഇക്കാര്യത്തിൽ നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണ്. ഒരു സ്ഥാപനത്തിന് പരമാവധി 50 പേരെ വരെ ശമ്പള വിഹിതം ലഭ്യമാക്കി നെയിം പദ്ധതി പ്രകാരം നിയമിക്കാനാകും. പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവ പരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനകരമാകുന്നതിനോടൊപ്പം തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രവാസി പുനരധിവാസത്തിനായുള്ള നോർക്ക റൂട്ട്സിന്റെ NDP-REM, പ്രവാസി ഭദ്രത എന്നീ സംരംഭകത്വ വികസന പദ്ധതികൾക്കു പുറമെയാണ് നെയിം പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ടോൾ ഫ്രീ നമ്പറുകളായ 1850-425-3939, ഇന്ത്യയിൽ നിന്നും 918802-012345, വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സർവീസ് ബന്ധപ്പെടാവുന്നതാണ്. ലോകകപ്പ് യോഗ്യതാ 3-ാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഇറാഖിനോട് തോൽവി വഴങ്ങിയ ഒമാന്റെ സ്വപ്നങ്ങൾക്കും മങ്ങലേൽക്കുന്നു. ലോകകപ്പിന് ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാം എന്നുള്ള പ്രതീക്ഷകളാണ് അവസാനിക്കുന്നത്. അടുത്ത മത്സരങ്ങളിലെ മികച്ച വിജയവും മറ്റു ടീമുകളിലെ ഫലവും ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള പ്രതീക്ഷകൾ. ഗ്രൂപ്പ് ബിയിൽ 11 കളിയിൽ നിന്ന് 14 പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏതാണ്ട് ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത്രയും കളിയിൽ നിന്ന് 11 പോയിന്റുമായി ഇറാഖാണ് 2-ാം സ്ഥാനത്ത്. 5 കളിയിൽ നിന്ന് 8 പോയിന്റുമായി ജോർദാനാണ് തൊട്ടടുത്ത്. 6 കളിയിൽ നിന്ന് ഇത്രയും പോയിന്റുമായി ഒമാൻ 4-ഉം 3 പോയിന്റുമായി ഫലസ്തീൻ 5-ം സ്ഥാനങ്ങളിലുമാണ് ഉള്ളത്. 5 കളിയിൽ നിന്ന് 3 പോയിന്റുമായി കുവൈത്താണ് പട്ടികയിൽ പിന്നിൽ. ബുധനാഴ്ച സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ നടന്ന മത്സരത്തിൽ 1 ഗോളിനാണ് ഇറാഖിനോട് വീണ്ടും ചെമ്പട അടിയറവ് പറഞ്ഞത്. 36-ാം മിനിറ്റിൽ യൂസഫ് അമീൻ ആണ് വിജയഗോൾ നേടിയത്. ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായ മത്സരത്തിൽ കൊണ്ടും കൊടുത്തുമായിരുന്നു ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മുന്നേറിയത്. ഇന്ത്യൻ സെക്ടറുകളിൽ സർവീസ് വർദ്ധിപ്പിക്കാനൊരുങ്ങി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ
ഒമാൻ എയർ മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് ദിനേന ഇരട്ട സർവീസുകൾ നടത്താനാണ് ഒരുങ്ങുന്നത്. ഡൽഹിയിലേക്കുള്ള അടുത്ത മാസം 8-നും മുംബൈയിലേക്ക് 17-നും തുടങ്ങുമെന്ന് ഒമാൻ എയർ അധികൃതർ അറിയിച്ചു. ഈ സെക്ടറിലെ യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നതിനും വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും പരിഗണിച്ചാണ് പുതിയ സൗകര്യം ഒരുക്കിയതെന്ന് ഒമാൻ എയർ അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.